ആധ്യാത്മിക നഭോമണ്ഡലത്തിലെ സൂര്യ തേജസ്സായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള അദ്ദേഹം വന്ന് തപസ്സു ചെയ്ത ധ്യാനനിമഗ്നനായിട്ടിരുന്ന സ്ഥലമാണ് വിവേകാനന്ദപ്പാറ. ഭാരതത്തിൻ്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ന് അവിടെ ധ്യാനനിമഗ്നനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ തൃപ്പാദപത്മങ്ങളിൽ ഇന്നത്തെ അധ്യായം സമർപ്പിക്കുകയാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ഇത്. ജ്ഞാനാർത്ഥികൾക്ക് അവശ്യം വേണ്ട യോഗ്യതകളിൽ ആദ്യത്തേത് ശമവും ദമവും ആകുന്നു. ഇവ രണ്ടും ഒന്നിച്ചു പോകും. ഇന്ദ്രിയങ്ങളെ പുറത്തുപോയി അലഞ്ഞുതിരിയാതെ സ്വസ്വകേന്ദ്രങ്ങളിൽ നിർത്തുന്നതാണ് ഈ സാധന. ഇന്ദ്രിയം എന്നാൽ എന്താണെന്ന് ആദ്യം വിവരിക്കാം. ഇത് നമ്മുടെ കണ്ണുകൾ. ഈ കണ്ണുകളല്ല ദർശനേന്ദ്രിയങ്ങൾ. ഇവ ബാഹ്യകരണങ്ങൾ മാത്രം. എനിക്ക് ഈ കണ്ണുകൾ ഉണ്ടായാലും നേത്രേന്ദ്രിയം ഇല്ല എങ്കിൽ കാണാൻ കഴിയില്ല എന്നല്ല. ഇന്ദ്രിയങ്ങളും കരണങ്ങളും ഉണ്ടായാലും മനസ്സുകൂടി സംബന്ധിച്ചില്ല എങ്കിൽ ദർശനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ പ്രത്യക്ഷത്തിലും 3 സാധനങ്ങൾ വേണം. ആദ്യം ബാഹ്യകരണങ്ങൾ, പിന്നെ അന്തരിന്ദ്രിയങ്ങൾ, അവസാനം മനസ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ല എങ്കിൽ പ്രത്യക്ഷമുണ്ടാവില്ല. മനസ്സ് ഇപ്രകാരം ബാഹ്യവും ആന്തരവുമായ 2 കരണങ്ങളിൽ കൂടി വ്യാപരിക്കുന്നു. ഞാൻ വിഷയങ്ങളെ ദർശിക്കുമ്പോൾ മനസ്സ് പുറത്തു പോകുന്നു. ഇനി ഞാൻ കണ്ണടച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ, മനസ്സ് പുറത്തു പോകുന്നില്ലെങ്കിലും ആന്തരമായി വ്യാപരിക്കുന്നുണ്ട്. ഇങ്ങനെ 2 സന്ദർഭങ്ങളിലും ഇന്ദ്രിയ വ്യാപാരമുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും കരണങ്ങളും പ്രവർത്തിക്കുന്നു. കണ്ണടച്ച് ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിലും കരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി കൂടാതെ യാതൊരു മനോവ്യാപാരവുമില്ല. ഏതെങ്കിലും ഒരു ആലംബനവും ഇല്ലാതെ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് കാണാം. കണ്ണു പൊട്ടനു പോലും ഒരാലംബനത്തിൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേത്രവും ശ്രോത്രവും പ്രായണ കർമ്മനിരതങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്നു പറയുന്നത് മസ്തിഷ്കത്തിലെ നാഡീകേന്ദ്രങ്ങളാണെന്ന് പ്രത്യേകം ഓർക്കണം. ഈ കണ്ണും ചെവിയും കാണാനും കേൾക്കാനും ഉള്ള കരണങ്ങൾ മാത്രം. ഇന്ദ്രിയങ്ങൾ ഉള്ളിലാണ്. വല്ല കാരണത്താലും ഇന്ദ്രിയങ്ങൾ നശിച്ചാൽ ഈ കണ്ണും ചെവിയും ഉണ്ടായാലും കാണാനോ കേൾക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് മനസ്വാധീനതയ്ക്ക് ആദ്യം ഈ ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കാൻ കഴിയണം. മനസ്സിനെ ബാഹ്യമോ ആന്തരമോ ആയ വിഷയങ്ങളിൽ വ്യാപരിക്കാത്ത വിധം നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ കേന്ദ്രത്തിൽ നിർത്തുന്നതിനെയാണ് ഇവിടെ ശമദമങ്ങൾ എന്ന് പറഞ്ഞത്. മനസ്സിനെ ബാഹ്യമുഖമാകാൻ വിടാത്തത് ശമം, ബാഹ്യകരണങ്ങളെ നിരോധിക്കുന്നത് ദമം. അടുത്ത സാധന ഏറ്റവും പ്രയാസമുള്ള തിതിക്ഷയാണ്. തത്വജ്ഞാനിയാവുക വളരെ പ്രയാസപ്പെട്ട പണിയാണ്. തിന്മയെ എതിർക്കരുത് എന്ന സഹിഷ്ണുതാ ദർശനത്തിൽ കുറഞ്ഞ ഒന്നുമല്ല തിതിക്ഷ. ഇതിന് സ്വല്പം വിവരണം ആവശ്യമാണ്. നാം തിന്മയെ എതിർക്കുന്നില്ലായിരിക്കാം, എന്നാൽ അതേസമയം വളരെ ക്ലേശം തോന്നുന്നുണ്ടായിരിക്കാം. ഒരുവൻ എന്നോട് വളരെ പരുഷമായി സംസാരിച്ചാൽ ഞാൻ അതിന് അയാളെ വെളിവായി വെറുത്തെന്നു വരില്ല, മറുവാക്ക് പറഞ്ഞെന്നും വരില്ല. കോപത്തെ അടക്കി നിർത്തിയെന്നും വരാം. എന്നാൽ കോപവും വെറുപ്പും ഉള്ളിലുണ്ടായിരിക്കും. അകമേ അതികഠിനമായ വിരോധം അയാളോട് തോന്നുന്നുമുണ്ടാവും. ഇത് തിതിക്ഷയല്ല. വെറുപ്പോ കോപമോ ഒട്ടും തോന്നരുത്. പ്രതികാര ചിന്ത പോലും അരുത്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മനസ്സത്ര ശാന്തമായിരിക്കണം. ഈ അവസ്ഥയിൽ ആയാലേ എനിക്ക് തിതിക്ഷ സിദ്ധമായിട്ടുള്ളൂ. അതിനു മുമ്പില്ല. ദുഃഖങ്ങളെ എതിർക്കാനോ ഓടിക്കാനോ ഒരു വിചാരവുമില്ലാതെ, തെല്ലുവേദനയോ പശ്ചാത്താപമോ പോലും മനസ്സിൽ തോന്നാതെ സർവവും സഹിക്കുക. ഇതാണ് തിതിക്ഷ. ഞാൻ പ്രതികാരം ചെയ്തില്ല, എന്നിട്ട് വലുതായ ആപത്ത് സംഭവിക്കുന്നു. എനിക്ക് തിതിക്ഷയുണ്ട് എങ്കിൽ എതിർക്കാത്തതിൽ ഒരു പശ്ചാത്താപവും തോന്നാൻ പാടില്ല. മനസ്സ് ഈ അവസ്ഥയെ പ്രാപിച്ചാൽ അത് തിതിക്ഷയിൽ പ്രതിഷ്ഠിതമായി. ഈ തിതിക്ഷ ശീലിക്കാൻ ഭാരതീയർ അസാധാരണങ്ങളായ പലതും ചെയ്യാറുണ്ട്. അവർ ഭയങ്കരമായ ചൂടും തണുപ്പും കൂസാതെ സഹിക്കും.
മഞ്ഞുകട്ടയും അവർക്ക് നിസ്സാരമാണ്. എന്തെന്നാൽ ശരീരത്തെപ്പറ്റി അവർ ഗൗനിക്കുന്നേയില്ല. അതിനെ പരകീയ വസ്തു എന്ന നിലയിൽ അങ്ങനെ തന്നെ വിട്ടിരിക്കുകയാണ്. ഇനിയത്തേത് ഉപരതിയാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിക്കാതിരിക്കുകയാണ് അത്. നമ്മുടെ സമയത്തിലേറെയും നാം ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിച്ചു കളയുകയാണ്. നാം കണ്ടതും കേട്ടതും കാണേണ്ടതും കേൾക്കേണ്ടതും തിന്നതും തിന്നുന്നതും തിന്നേണ്ടതുമായ ഓരോന്നിനെയും, മുമ്പ് താമസിച്ച സ്ഥലങ്ങളെയും മറ്റോരോ വിഷയങ്ങളെയും പറ്റി സദാ ചിന്തിക്കുകയോ പറയുകയോ ചെയ്ത് നമ്മുടെ കാലം അധികവും കളയുന്നു. വേദാന്തിയാവാൻ ആഗ്രഹിക്കുന്നവൻ ഈ ശീലം ഉപേക്ഷിക്കുക തന്നെ വേണം. അടുത്ത സാധന ശ്രദ്ധയാണ്, അതായത് വിശ്വാസം. മതത്തിലും ഈശ്വരനിലും ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ശ്രദ്ധ ഉണ്ടാകുന്നതുവരെ ആർക്കും ജ്ഞാനിയാകുവാനുള്ള യോഗ്യത സിദ്ധിക്കുന്നില്ല. ഈ ലോകത്തിൽ 1,00,000-ൽ ഒരുവൻ പോലും ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഒരു മഹാത്മാവ് എന്നോട് പറയുകയുണ്ടായി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ മുറിയിൽ ഒരു കള്ളനുണ്ട് എന്ന് വിചാരിക്കുക. അടുത്ത മുറിയിൽ വളരെ സ്വർണമുണ്ട് എന്ന് കള്ളന് അറിയാമെന്നും കരുതുക. ഈ മുറികൾക്കിടയ്ക്ക് വളരെ നേർത്ത ഒരു തട്ടിക മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും ആ കള്ളൻ്റെ നില? ഞാൻ പറഞ്ഞു, അവന് ഉറക്കം തീരെ വരില്ല. മനസ്സ് മുഴുവൻ ആ സ്വർണം തട്ടാനുള്ള തക്കം പാർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈശ്വരനിൽ വിശ്വസിക്കാനും അതോടൊപ്പം ഈശ്വര ലാഭത്തിനു വേണ്ടി ഭ്രാന്തനാകാതിരിക്കുവാനും ഒരുവന് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അളവറ്റ അനന്താനന്ദനിധി അടുത്തു തന്നെ ഉണ്ട് എന്നും അത് പ്രാപ്യമാണെന്നും സത്യമായി വിശ്വസിക്കുന്നു എങ്കിൽ അവൻ അതിനെ പ്രാപിക്കാനുള്ള പ്രയത്നത്തിൽ ഭ്രാന്തനാവുകയില്ലേ? ഈശ്വരനിൽ ഉറച്ച വിശ്വാസവും അതുകൊണ്ട് തത്പ്രാപ്തിക്കുള്ള വ്യഗ്രതയും ചേർന്നതാണ് ശ്രദ്ധ. അടുത്തത് സമാധാനം. മനസ്സിനെ ഈശ്വരനിൽ നിർത്താനുള്ള നിരന്തരമായ അഭ്യാസം. ഒരു ദിവസം കൊണ്ട് ഒന്നും സാധ്യമല്ല. ഈശ്വരനിഷ്ഠ എന്നത് ഗുളികയാക്കി വിഴുങ്ങാവുന്ന ഒന്നല്ല. അതിന് കഠിനവും നിരന്തരവുമായ അഭ്യാസം വേണം. ക്ഷമയോടും ധൈര്യത്തോടും കൂടി അഭ്യസിച്ചാലേ മനസ്സ് സ്വാധീനമാവൂ. അടുത്തത് മുമുക്ഷുത്വമാണ്. തീവ്രമായ സ്വാതന്ത്ര്യ തൃഷ്ണ തന്നെയാണ് അത്. മോക്ഷത്തിനോടുള്ള ഇച്ഛ. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം നാം തന്നെ ഭരിച്ചതാണ്. അതാണ് നമ്മുടെ സ്വഭാവം. ആ വൃദ്ധനായ ചൈനക്കാരൻ, അയാളെ 60 കൊല്ലം തടവിലിട്ട് ഒരു പുതിയ ചക്രവർത്തിയുടെ പട്ടാഭിഷേകത്തിൻ്റെ ദിവസം വിട്ടയച്ചു. അയാൾ പുറത്തു വന്നപ്പോൾ തനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് നിലവിളിച്ചു. അയാൾക്ക് തൻ്റെ ഇരുളടഞ്ഞ കൊടിയ തുറുങ്കലിലേക്ക്, എലികളുടെയും പെരുച്ചാഴികളുടെയും ഇടയിലേക്ക് തന്നെ മടങ്ങിപ്പോകണമത്രേ. അയാൾക്ക് വെളിച്ചം അസഹ്യമായിരുന്നു. അതുകൊണ്ട് ഒന്നുകിൽ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ തടവിലേക്ക് തന്നെ മടക്കി അയക്കണം എന്ന് അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ അയാളെ കാരാഗൃഹത്തിൽ വീണ്ടും അടയ്ക്കുകയും ചെയ്തു. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരുടെയും കഥ. നാം നാനാതരം കഷ്ടപ്പാടുകളുടെയും പിന്നാലെ പരക്കം പായുകയാണ്. അതിൽ നിന്ന് വിമുക്തരാകാൻ ഇഷ്ടവുമില്ല. നാം എന്നും ഭോഗങ്ങളുടെ പിന്നാലെ ഓടുന്നു. എന്നാൽ കൈക്കലെത്തുമ്പോഴേക്കും അത് പോയി കഴിഞ്ഞു എന്ന് കാണാം. നമ്മുടെ വിരൽ പഴുതിൽ കൂടി അത് വഴുതിപ്പോയി. എന്തായാലും ഈ ഭ്രാന്ത് പിടിച്ച ഓട്ടത്തിൽ നിന്നു നാം വിരമിക്കുന്നില്ല. ഓട്ടം തന്നെ ഓട്ടം. കണ്ണിന് കെട്ടുപെട്ട വിഡ്ഢികളാണ് നമ്മൾ. ഇന്ത്യയിൽ ചിലയിടത്ത് ചക്കിന് കാളയെ കെട്ടാറുണ്ട്. കാളയുടെ കഴുത്തിൽ ഒരു നുകം, നുകത്തിൽ നിന്ന് മുമ്പോട്ട് ഉന്തി നിൽക്കുന്ന ഒരു മരക്കഷ്ണമുണ്ട്. അതിൻ്റെ അറ്റത്ത് ഒരു പിടി വൈക്കോലും കെട്ടിത്തൂക്കും. മുന്നോട്ട് മാത്രം കാണാവുന്ന തരത്തിൽ കാളയുടെ കണ്ണുകൾ കെട്ടിയിരിക്കും. കാള മുമ്പിലുള്ള വൈക്കോൽ എത്തിപ്പിടിക്കാൻ കഴുത്തു നീട്ടുന്നു, പിടികിട്ടുന്നില്ല. വീണ്ടും നീട്ടുന്നു. അതോടുകൂടി നുകവും കുറേശ്ശെ മുന്നോട്ട് നീങ്ങുന്നു. ഇങ്ങനെ അത് വൈക്കോലിൽ ആശ വച്ച് ഒരിക്കലും പിടികിട്ടാതെ നുകത്തെ മുമ്പോട്ട് വലിച്ചു വലിച്ച് ചക്കിന് ചുറ്റും തിരിഞ്ഞ് എണ്ണയാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ തന്നെ പ്രകൃതിക്ക്, പണത്തിനും ധനത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ജന്മനാ അടിമകളായ നിങ്ങളും ഞാനും ഒരു പിടി വൈക്കോലിനെ, മിഥ്യാവസ്തുക്കളെ പിന്തുടർന്ന് തേടുന്നതൊന്നും നേടാതെ അനേക ജന്മങ്ങളായി ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുകയാണ്. സ്നേഹമാണ് ഏറ്റവും വലിയ സ്വപ്നം. നമ്മളെല്ലാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പോകുകയാണ്. ദുഃഖത്തെ ഒരിക്കലും നേരിടാതെ സുഖിക്കാനാണ് നമ്മുടെ പുറപ്പാട്. എന്നാൽ സുഖത്തോട് അടുക്കും തോറും അത് നമ്മിൽ നിന്നും അകന്നു പോകുന്നു. ഇങ്ങനെ പോകുന്നു ലോകം. സമുദായവും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ണുകെട്ടിയ അടിമകൾ. അറിയാതെ തന്നെ
അതിൻ്റെ വില കൊടുക്കുകയും വേണം. നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെ ഒന്ന് പഠിച്ചിട്ട് എത്ര തുച്ഛമായ സുഖമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണുക. ഈ ലോകത്തിലെ കാട്ടുകോഴി വേട്ടയിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്ര ലേശമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഒന്ന് ചിന്തിക്കുക. സോളൻ്റെയും ക്രീസസിൻ്റെയും കഥ ഓർമ്മയില്ലേ? ഏഷ്യ മൈനർ വളരെ സുഖകരമായ പ്രദേശമാണ് എന്ന് രാജാവ് ക്രീസസ് മഹാത്മാവായ സോളനോട് പറഞ്ഞു. ആ മഹാത്മാവ് ചോദിച്ചു, ആരാണിവിടെ അത്ര വളരെ സുഖിക്കുന്നവൻ? അങ്ങനെ സുഖിക്കുന്ന ആരെയും ഞാൻ കണ്ടില്ലല്ലോ. എന്താ അസംബന്ധം? ലോകത്തിൽ ഏറ്റവും സുഖിക്കുന്നവൻ ഞാനാണ്. കുറച്ചു കഴിയട്ടെ, നിങ്ങളുടെ മരണം വരെ ക്ഷമിച്ചിരിക്കുക, തിരക്കു പിടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ മഹാത്മാവ് പോയി. കുറേ കാലം കഴിഞ്ഞു. പേർഷ്യക്കാർ ആ രാജാവിനെ തോൽപ്പിച്ചു പിടിക്കുകയും ജീവനോടെ ദഹിപ്പിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ചിത കൂട്ടിയിരിക്കുന്നത് കണ്ട പാവം ക്രീസസ് സോളൻ സോളൻ എന്ന് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. ആരെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജാവ് തൻ്റെ പൂർവ്വവൃത്താന്തം പറഞ്ഞു കേൾപ്പിച്ചു. അത് പേർഷ്യൻ ചക്രവർത്തിയുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അദ്ദേഹം ക്രീസസിന് അഭയം കൊടുക്കുകയും ചെയ്തു. നമ്മളിൽ ഓരോരുത്തൻ്റെയും കഥ ഇതാണ്. പ്രകൃതിക്ക് നമ്മുടെ മേൽ അത്ര വലിയ പ്രഭാവമാണ് ഉള്ളത്. അത് വീണ്ടും വീണ്ടും നമ്മെ തൊഴിച്ചെറിയുന്നു. എന്നാലും നമ്മൾ ജ്വരാവേശത്തോടുകൂടി അതിൻ്റെ പിന്നാലെ പായുന്നു. എത്ര ആശ പൊളിഞ്ഞാലും നാം പിന്നെയും ആശിക്കും. ഈ ആശ, ഈ മായ നമ്മെ ഉന്മത്തരാക്കുന്നു. നാം എന്നെന്നും ആശിച്ചു കഴിയുന്നു. പ്രാചീന ഭാരതത്തിൽ മഹാനായ ഒരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തോട് 4 ചോദ്യം ചോദിച്ചതിൽ ഒന്നിതാണ്: ലോകത്തിൽ ഏറ്റവും വലിയ ആശ്ചര്യം ഏത്? ആശ എന്ന് ഉത്തരം. ഇതാണ് അത്യാശ്ചര്യകരമായ വസ്തുത. രാപകൽ ചുറ്റും ആളുകൾ മരിക്കുന്നത് നാം കാണുന്നു. എന്നിട്ടും തങ്ങൾക്ക് മരണമില്ല എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു. താൻ മരിക്കുമെന്നോ ക്ലേശിക്കുമെന്നോ ആരും ഒരിക്കലും വിചാരിക്കുന്നില്ല. ജയം തനിക്കാണെന്ന് ഓരോരുത്തരും ആശിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും നിശിത യുക്തികൾക്കും എതിരായി നാം ആശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശയ്ക്ക് മേൽ ആശ തന്നെ. ഇവിടെ ആർക്കും ഒരിക്കലും യഥാർത്ഥ സുഖമില്ല. ഒരുവൻ ധനികനാണ്, തിന്നാൻ ധാരാളമുണ്ട്, പക്ഷേ ദഹനശക്തിയില്ല, തിന്നാൻ വയ്യ. ഒരുത്തിന് നല്ല ദഹനശക്തിയുണ്ട്, ബകാസുരൻ്റെ ആർത്തിയും. അവന് വായ്ക്കരിക്കാണെങ്കിൽ വകയുമില്ല. സമ്പന്നനാണെങ്കിൽ സന്താനമില്ല, വിശന്നു വലയുന്ന ദരിദ്രനോ സന്താനങ്ങളുടെ ഒരു സൈന്യം തന്നെയുണ്ട്. ഇവരെ എന്തു ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. ഇതെന്താ ഇങ്ങനെ? സുഖവും ദുഃഖവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. സുഖത്തെ വരിക്കുന്നവൻ ദുഃഖത്തെയും വരിക്കണം. ദുഃഖമില്ലാത്ത സുഖം കിട്ടാം എന്ന് നാം എല്ലാം മൂഢമായി വിചാരിക്കുന്നു. അത് നമ്മെ എത്രയും കൈയടക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രിയങ്ങളുടെ മേൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ലാതെയായിരിക്കുന്നു. ബോസ്റ്റണിൽ വച്ച് ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ച് കയ്യിൽ ഒരു കടലാസ് തുണ്ടു തന്നു. അതിൽ ഒരു പേരും മേൽവിലാസവും തുടർന്ന് ഈ വാക്യങ്ങളും എഴുതിയിരുന്നു: ലോകത്തിലെ സർവ്വസമ്പത്തും സുഖവും നിങ്ങൾക്കുള്ളതാണ്. അവ സമ്പാദിക്കാനുള്ള വഴി അറിഞ്ഞാൽ മതി. എൻ്റെ അടുക്കൽ വന്നാൽ വഴി പറഞ്ഞു തരാം. ചാർജ് $5 മാത്രം. ഇതെനിക്ക് തന്നിട്ട് അയാൾ ചോദിച്ചു, ഇതേപ്പറ്റി നിങ്ങൾ എന്തു വിചാരിക്കുന്നു? ഞാൻ പറഞ്ഞു, യുവാവേ, ഇത് അച്ചടിക്കാനുള്ള പണമെങ്കിലും തനിക്ക് ഉണ്ടായിരിക്കാമായിരുന്നില്ലേ? അച്ചടിക്കുഴിക്കുള്ള വക പോലും തനിക്കില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ല. ഒരു ക്ലേശവുമില്ലാതെ വേണ്ടത്ര സമ്പത്തും സുഖവും തനിക്ക് ലഭിക്കും എന്നുള്ള വിചാരത്തിൽ തന്നെ അയാൾ ആമഗ്നനായിരുന്നു. 2 അറ്റങ്ങളിലേക്കാണ് മനുഷ്യർ ഉന്നം വെച്ച് പായുന്നത്. ഒന്ന് അങ്ങേ അറ്റത്തെ ശുഭദർശനം, അവിടെ എല്ലാ ശുഭം സുന്ദര സുഭിക്ഷം. മറ്റേത് അങ്ങേ അറ്റത്തെ അശുഭദർശനം, അവിടെ എല്ലാം തനിക്ക് എതിരാണെന്ന് കാണും. മനുഷ്യരിൽ മിക്കവരുടെയും മസ്തിഷ്കത്തിന് വേണ്ടത്ര വളർച്ച വന്നിട്ടില്ല. നല്ലവണ്ണം പുഷ്ടിപ്പെട്ട തലച്ചോറ് പല ലക്ഷത്തിൽ ഒരുവനേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ ഓരോ വിഡ്ഢിത്തവും പേര് നടക്കുന്നവരോ തന്നിഷ്ട കിറുക്കന്മാരോ ഒക്കെയാണ്. സ്വാഭാവികമായി തന്നെ നാം അങ്ങേയറ്റങ്ങളിൽ ചെന്നു ചാടുന്നു. യൗവനവും ആരോഗ്യവും ഉള്ളപ്പോൾ നാം ഈ ലോകത്തിലെ സമ്പത്തെല്ലാം നമ്മുടേതാകും എന്ന് വിചാരിക്കുന്നു. പിന്നീട് സമുദായം നമ്മെ ഇട്ട് പന്തടിച്ച് നമുക്ക് വയസ്സാകുമ്പോൾ ഒരു മൂലയിൽ ഇരുന്ന് ചുവച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഉത്സാഹത്തീയിൽ തണുത്ത വെള്ളം തളിക്കുന്നു. സുഖത്തോടൊപ്പം ദുഃഖവും, ദുഃഖത്തോടൊപ്പം സുഖവും വന്നു ചേരുമെന്ന് വളരെ കുറച്ചുപേരെ അറിയുന്നുള്ളൂ. ദുഃഖം പോലെ തന്നെ മടുപ്പിക്കുന്നതാണ് സുഖവും. എന്തെന്നാൽ
അതു ദുഃഖത്തിൻ്റെ കൂടെപ്പിറവിയാണ്. ദുഃഖം തേടിപ്പോകുന്നത് മനുഷ്യൻ്റെ മഹിമയ്ക്ക് ഇടിച്ചിലാണ്. അത്ര തന്നെ ഇടിച്ചിലാണ് സുഖം തേടിപ്പോകുന്നത്. നിഷ്പക്ഷമായി വിചാരം ചെയ്യുന്നവർ ഇവ രണ്ടും തള്ളിക്കളയണം. മനുഷ്യർ എന്തുകൊണ്ട് ഈ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടുന്നില്ല? ഈ നിമിഷം പ്രകൃതി നമ്മെ ചാട്ടക്കൊണ്ടടിക്കുന്നു. നാം കരഞ്ഞു തുടങ്ങുമ്പോൾ അവൾ $1 തരുന്നു. വീണ്ടും പ്രഹരം. വീണ്ടും കരയുമ്പോൾ ഒരു മിഠായി. നാം ചിരിക്കാനും തുടങ്ങും. വിവേകിക്ക് സ്വാതന്ത്ര്യം വേണം. ഇന്ദ്രിയാർത്ഥങ്ങളെല്ലാം മിഥ്യയാണ് എന്നും സുഖദുഃഖങ്ങൾക്ക് അവസാനമില്ലെന്നും അയാൾ കാണുന്നു. ലോകത്തിൽ എത്ര ധനവാന്മാരാണ് പുതിയ പുതിയ ഭോഗങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഭോഗങ്ങളെല്ലാം പഴകിപ്പോയി. ഇനി പുതിയ ഭോഗങ്ങൾ വേണം. നിങ്ങൾ കാണുന്നില്ലേ? ഇന്ദ്രിയങ്ങളെ ക്ഷണനേരത്തേക്ക് രസിപ്പിക്കാൻ എന്തെന്തു വിഡ്ഢിത്തരങ്ങളാണ് ഓരോ ദിവസവും അവർ കണ്ടുപിടിക്കുന്നത്. അനുഭവിച്ചാൽ ഉടൻ തിരിച്ചടിയും. ജനങ്ങളിൽ ഭൂരിപക്ഷവും ആട്ടിൻപറ്റം പോലെയാണ്. മുമ്പേ പോയവൻ കുഴിയിൽ വീണാലും ബാക്കി എല്ലാവരും ചെന്ന് അതിൽ തന്നെ വീണു കഴുത്തൊഴിക്കും. അതുപോലെ സമുദായ പ്രമാണി ഒന്ന് ചെയ്താൽ അതേതാണ് എന്ന് ആലോചിക്കാതെ ബാക്കിയുള്ളവരും അതുതന്നെ ചെയ്യും. ലൗകിക വിഷയങ്ങളുടെ മിഥ്യാത്വം കണ്ടു തുടങ്ങുമ്പോൾ ഇപ്രകാരം പ്രകൃതി കിങ്കരനായി പ്രകൃതി പ്രവാഹത്തിൽ പെട്ടുപോകുന്നത് ശരിയല്ല എന്ന് ഒരുവന് തോന്നുന്നു. അത് അടിമത്തമാണ്. മനുഷ്യൻ 2 നല്ല വാക്ക് കേൾക്കുമ്പോൾ ചിരിക്കുന്നു. 2 ചീത്ത വാക്ക് കേൾക്കുമ്പോൾ കരയാനും തുടങ്ങുന്നു. അവൻ വാക്കിനടിമയാണ്. അവൻ ഒരു കഷണം അപ്പത്തിനും ഒരു വീർപ്പ് വായുവിനും അടിമയാണ്. വസ്ത്രാലങ്കാരങ്ങൾക്ക് അടിമയാണ്. സ്വദേശാഭിമാനത്തിന്, സ്വദേശത്തിനും പേരിനും പെരുമയ്ക്കും അടിമയാണ്. അവൻ അടിമത്തത്തിൻ്റെ ഒത്ത നടുക്കാണ്. അവനിലുള്ള യഥാർത്ഥ മനുഷ്യനെ ഈ ബന്ധങ്ങൾ കൊണ്ട് ഉള്ളിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നത് ഒരടിമയാണ്. ഈ ബന്ധത്തെക്കുറിച്ച് എപ്പോൾ ബോധം ഉണ്ടാകുന്നുവോ അപ്പോൾ സ്വതന്ത്രനാകാൻ ആഗ്രഹമുണ്ടാകുന്നു. മോക്ഷേച്ഛ തീവ്രമാകുന്നു. ഒരുവൻ്റെ തലയിൽ തീക്കനൽ കോരിയിട്ടാൽ അത് കടഞ്ഞ് കളയുവാൻ എത്ര തീവ്രമായി പിടയുന്നു എന്ന് നോക്കൂ. അത്ര തീവ്രമായിരിക്കും താൻ പ്രകൃതിബദ്ധനാണ് എന്ന് ശരിക്കും അറിയുന്നവൻ്റെ മോക്ഷപ്രയത്നവും. മുമുക്ഷുത്വം എന്താണെന്ന് കണ്ടു. അടുത്ത സാധനയും വളരെ പ്രയാസമുള്ളതാണ്. നിത്യാനിത്യ വസ്തു വിവേകം. അതായത് നിത്യവും അനിത്യവും തമ്മിലുള്ള വിവേചനവും സത്യവും മിഥ്യയും തമ്മിലുള്ള വിവേചനവും. ഈശ്വരൻ മാത്രമാണ് നിത്യം, മറ്റുള്ളതെല്ലാം അനിത്യം. ഈശ്വരൻ എല്ലാം നശ്വരമാണ്. ദേവന്മാർ മരിക്കുന്നു, മനുഷ്യൻ മരിക്കുന്നു, മൃഗങ്ങൾ മരിക്കുന്നു, ഭൂമി നശിക്കുന്നു, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നശിക്കുന്നു, എല്ലാം നശിക്കുന്നു. ഒന്നും സ്ഥിരമല്ല. സർവവും സദാ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പർവ്വതങ്ങൾ ഇന്നലത്തെ സമുദ്രങ്ങളായിരുന്നു, നാളത്തെ സമുദ്രങ്ങളാണ്. എല്ലാം ചഞ്ചലം. സമസ്ത പ്രപഞ്ചവും പരിണാമമയമാണ്. എന്നാൽ ഒരിക്കലും മാറാത്ത ഒന്നുണ്ട്. അതാണ് ഈശ്വരൻ. നാം എത്രത്തോളം ഈശ്വരനെ സമീപിക്കുന്നുവോ അത്രത്തോളം നമുക്ക് മാറ്റം കുറയും. പ്രകൃതിക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണവും അത്രയ്ക്ക് കുറയും. അങ്ങനെ ഈശ്വരനെ പ്രാപിച്ച് അവനോട് ചേർന്നു നിന്നാൽ പ്രകൃതിയെ ജയിക്കാം. പ്രകൃതി കാര്യങ്ങളെ അടക്കി വാഴാം. അവ നമ്മളിൽ തീരെ ഫലിക്കുകയുമില്ല. മേൽപ്പറഞ്ഞ സാധനങ്ങളെ യഥാവിധി അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല എന്നു കാണാം. എല്ലാ ജ്ഞാനവും നമ്മുടെ ഉള്ളിലുണ്ട്. സർവ സമ്പൂർണതയും ആ ആത്മാവിലുള്ളതാണ്. എന്നാൽ ഈ പൂർണ്ണതയെ പ്രകൃതി മൂടിയിരിക്കുന്നു. ആത്മാവിൻ്റെ നിത്യശുദ്ധ സ്വരൂപത്തെ പ്രകൃതി അട്ടിയട്ടിയായി പൊതിഞ്ഞു മൂടിയിരിക്കുന്നു. നാം എന്താണ് ചെയ്യേണ്ടത്? വാസ്തവത്തിൽ നാം ആത്മാവിനെ സംസ്കരിക്കുകയല്ല, സ്വയം സത്യജ്ഞാനാദി ഗുണപൂർണമായതിനെ എന്തുകൊണ്ട് സംസ്കരിക്കാനാണ്? നാം മറ മാറ്റുകയാണ്. അപ്പോൾ ആത്മാവ് നിത്യശുദ്ധവും നിത്യമുക്തവുമായ സ്വന്തം സ്വരൂപത്തെ സ്വയം പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഒരു ജിജ്ഞാസ ഉദിക്കുന്നു. ഈ സാധനാനുഷ്ഠാനം ഇത്ര ആവശ്യമായത് എന്ത്? ആധ്യാത്മനിഷ്ഠ കാതിലൂടെയോ കണ്ണിലൂടെയോ മസ്തിഷ്കത്തിലൂടെയോ പോലും നേടാവതല്ല. അതുകൊണ്ട് ഒരു വേദത്തിനും വയ്യ നമ്മെ മതനിഷ്ഠരാക്കാൻ. ലോകത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാലും മതനിഷ്ഠയെയോ ഈശ്വരനെയോ സംബന്ധിച്ച ഒരു വാക്ക് നമുക്ക് മനസ്സിലാവില്ല. ആയുഷ്കാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരു ഗുണവും അതുകൊണ്ടില്ല. ലോകത്തിൽ ഇതേവരെ ഉണ്ടായ മേധാവികളിൽ വച്ച്
നാം അഗ്രഗണ്യന്മാരാവാം. എന്നാലും നാം ഈശ്വരനിലേക്ക് തീരെ തിരിഞ്ഞില്ല എന്ന് വരാം. നേരെ മറിച്ച് ഇന്നത്തെ മികച്ച ബുദ്ധിശിക്ഷണത്തിൻ്റെ ഫലമായി എന്തെന്തു നിരീശ്വര ബുദ്ധികളാണ് ലോകത്തിലുണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ പാശ്ചാത്യ പരിഷ്കാരത്തിൻ്റെ ദോഷങ്ങളിൽ ഒന്ന് ഇതാണ്. നിങ്ങൾ ബുദ്ധിപരമായ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഹൃദയത്തെ തീരെ ആദരിക്കുന്നില്ല. ഇത് മനുഷ്യരെ 10 ഇരട്ടി സ്വാർത്ഥമതികളാക്കുകയേ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ നാശവുമായിരിക്കും. ബുദ്ധിയും ഹൃദയവും തമ്മിൽ പിണങ്ങുമ്പോൾ ഹൃദയത്തെയാണ് അനുസരിക്കേണ്ടത്. എന്തെന്നാൽ ബുദ്ധിക്ക് യുക്തിവിചാരം എന്ന ഒരു നിലപാടേ ഉള്ളൂ. അത് ആ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. അപ്പുറം പോകാൻ അതിന് കഴിവില്ല. ബുദ്ധിക്ക് ഒരിക്കലും എത്തരുതാത്ത അത്യുച്ച മേഖലയിലേക്ക് ഹൃദയം നമ്മെ നയിക്കുന്നു. അത് യുക്തിയെയും അതിക്രമിച്ച് അന്ധപ്രബോധത്തിലെത്തുന്നു. യുക്തി കൊണ്ട് ഒരിക്കലും അന്ധപ്രബോധം സാധ്യമല്ല. ഹൃദയശൂന്യനായ യുക്തിവാദിക്ക് അന്ധപ്രബോധം അസാധ്യമാണ്. പ്രേമമുള്ളവൻ സംസാരിക്കുന്നത് എപ്പോഴും ഹൃദയം കൊണ്ടാണ്. ബുദ്ധിക്ക് തരാൻ കഴിയുന്നതിലും ഉത്കൃഷ്ടമായ ഒരു ഉപകരണത്തെ, അന്ധപ്രബോധത്തെ, ഹൃദയം തുറന്നു തരുന്നു. ബുദ്ധി ജ്ഞാനത്തിൻ്റെ കാരണമായതുപോലെ ഹൃദയം അന്ധപ്രബോധത്തിൻ്റെ കാരണമാണ്. എന്നാൽ കീഴ്പ്പടികളിൽ ഹൃദയം ബുദ്ധിയെ അപേക്ഷിച്ച് വളരെ ദുർബലമായ കാരണമാണ്. പാമരന് ഒന്നും അറിഞ്ഞുകൂടാ, എന്നാൽ പ്രകൃത്യാ അല്പം മൃദുല ഹൃദയനായിരിക്കും. അവനെ ഒരു വലിയ പണ്ഡിതനുമായി താരതമ്യപ്പെടുത്തുക. എന്ത് ആശ്ചര്യകരമായ ബുദ്ധി സാമർഥ്യമാണ് പണ്ഡിതന്! പക്ഷേ പണ്ഡിതൻ തൻ്റെ ബുദ്ധി കൊണ്ട് ബദ്ധനാണ്. അയാൾ മഹാബുദ്ധിശാലി ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഒരസുരനുമാവാം. എന്നാൽ ഹൃദയാലുവിന് അസുരനാവുക സാധ്യമല്ല. ഹൃദയാലു ഒരിക്കലും അസുരനായിട്ടില്ല. അതുകൊണ്ട് ഹൃദയത്തെ വേണ്ടവണ്ണം സംസ്കരിച്ചാൽ അത് ബുദ്ധിയെയും കടന്ന് അന്ധപ്രബോധയോഗ്യമാവും. മനുഷ്യൻ ഒടുവിൽ ഈ ബുദ്ധിയെ കടന്നു പോവുക തന്നെ വേണം. ഇന്ന് മനുഷ്യൻ്റെ വിജ്ഞാനങ്ങളും നിരീക്ഷണപാഠവും യുക്തിവിചാരവും മേധാശക്തിയും ഹൃദയവും എല്ലാം ലോകമാകുന്ന പാൽ കടയുന്നതിൽ വ്യാപൃതമാണ്. ഇങ്ങനെ നെടുനാൾ കടഞ്ഞിട്ട് വെണ്ണ കിട്ടുന്നു. ഈ വെണ്ണ ഈശ്വരനാകുന്നു. ഹൃദയാലുക്കൾക്ക് വെണ്ണയും ബുദ്ധിശാലികൾക്ക് മോരും. ഇതെല്ലാം ഹൃദയത്തിനും പ്രേമത്തിനും ഹൃദയസംബന്ധിയായ തീവ്രാനുഭവത്തിനും വേണ്ട സാധനകളാണ്. ഈശ്വരപ്രാപ്തിക്ക് പഠിപ്പോ പാണ്ഡിത്യമോ വേണ്ടേ വേണ്ട. ഒരു മഹാത്മാവ് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, അന്യരെ കൊല്ലുവാൻ വാളും പരിചയമെല്ലാം വേണം, ആത്മഹത്യയ്ക്ക് ഒരു സൂചി മതി. അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മികച്ച ബുദ്ധിയും പാണ്ഡിത്യവും വേണം. ആത്മജ്ഞാനത്തിന് അതൊന്നും വേണ്ട. നിങ്ങൾ പരിശുദ്ധന്മാരാണ് എങ്കിൽ ഈശ്വരനെ പ്രാപിക്കും. ഹൃദയശുദ്ധി ഉള്ളവരത്രേ ധന്യന്മാർ. എന്തെന്നാൽ അവർ ഈശ്വരനെ കാണും. ഹൃദയശുദ്ധിയില്ല എങ്കിൽ ലോകത്തിലുള്ള സകല വിദ്യകളും അറിയാമെങ്കിലും അത് നിങ്ങൾക്ക് ഉതകുകയേയില്ല. നിങ്ങൾ സദാ ഗ്രന്ഥപാരായണത്തിൽ മുഴുകിയിരുന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല. ഹൃദയമാണ് ലക്ഷ്യത്തിലെത്തുന്നത്. ഹൃദയത്തെ അനുസരിക്കുക. നിർമ്മല ഹൃദയം ബുദ്ധിയെയും കടന്നു കാണുന്നു, അന്ധപ്രബുദ്ധമാകുന്നു. യുക്തിക്ക് ദർശിക്കാനാവാത്ത തത്വത്തെ ഹൃദയം സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് നിർമ്മല ഹൃദയവും ബുദ്ധിയും തമ്മിൽ പിണങ്ങുമ്പോഴെല്ലാം നിർമ്മല ഹൃദയത്തോട് ചേർന്നു നിൽക്കുക. ഹൃദയചോദനം യുക്തിഹീനമായി തോന്നിയാൽ തന്നെയും യുക്തിയെ അനുസരിക്കുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ കുറഞ്ഞ തെറ്റുകളെ നിങ്ങൾക്ക് പറ്റൂ. പരോപകാരം ചെയ്യുവാൻ ഹൃദയത്തിൽ പ്രേരണയുണ്ടാകുമ്പോൾ അത് ന്യായമല്ല എന്ന് നിങ്ങളുടെ തലച്ചോറ് ഉപദേശിച്ചേക്കാം. എന്നാലും ഹൃദയത്തെ അനുസരിക്കുക. ബുദ്ധിയെ പിന്തുടരുന്നതിനേക്കാൾ കുറച്ച് തെറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാം. ശുദ്ധ ഹൃദയമാണ് സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന എത്രയും നല്ല കണ്ണാടി. ഈ സാധനങ്ങളെല്ലാം ഹൃദയശുദ്ധീകരണത്തിനു വേണ്ടിയത്രേ. അത് ശുദ്ധമായാൽ ഉടനെ സത്യമെല്ലാം അതിൽ ഒരു ഞൊടിക്കുള്ളിൽ മിന്നിപ്രകാശിക്കും. നിങ്ങൾ വേണ്ടത്ര ഹൃദയശുദ്ധിയുള്ളവരാണ് എങ്കിൽ പ്രപഞ്ചരഹസ്യങ്ങളെല്ലാം ഉള്ളിൽ പ്രകാശിക്കും. പരമാണുക്കളെയും സൂക്ഷ്മഭൂതങ്ങളെയും സൂക്ഷ്മദർശനങ്ങളെയും മറ്റും സംബന്ധിച്ച ഉത്കൃഷ്ട രഹസ്യങ്ങൾ എത്രയോ മുമ്പേ അറിയപ്പെട്ടവയാണ്. അവർ ദൂരദർശിനിയോ സൂക്ഷ്മദർശിനിയോ നിരീക്ഷണശാലയോ ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെല്ലാം അവരെങ്ങനെ അറിഞ്ഞു? ഹൃദയം കൊണ്ട്. അവർ ഹൃദയത്തെ ശുദ്ധമാക്കി. അത് ഇന്നും നമുക്ക് സാധ്യമാണ്. വാസ്തവത്തിൽ ഹൃദയ സംസ്കരണമാണ് ലോകത്തിന് ശോകശാന്തി ചെയ്യുന്നത്, യുക്തിവികാസമല്ല. ബുദ്ധി സംസ്കരിച്ചതിൻ്റെ ഫലമായി ഭൗതിക വിജ്ഞാനങ്ങൾ ശതക്കണക്കായി ആവിഷ്കരിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായി കുറച്ചുപേർ വളരെ പേരെ അടിമകളാക്കി. ഉണ്ടായ ആകെ ഗുണം ഇതാണ്: കൃത്രിമങ്ങളായ ആവശ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഓരോ പാവപ്പെട്ടവനും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം. തരപ്പെടാഞ്ഞാൽ അതിന് പാടുപെടുകയായി.
ഇങ്ങനെ പാടുപെട്ട് ചാവുകയും ചെയ്യുന്നു. ഇതാണ് ഫലം. ശോകശാന്തിക്കുള്ള മാർഗം ബുദ്ധിയിൽ കൂടിയല്ല, ഹൃദയത്തിൽ കൂടിയാണ്. ഈ വമ്പിച്ച പ്രയത്നമെല്ലാം മനുഷ്യനെ അധികം നിർമ്മലനും ശാന്തനും ക്ഷമാശീലനുമാക്കാൻ വിനിയോഗിച്ചിരുന്നു എങ്കിൽ ഇന്നുള്ളതിൻ്റെ 1000 മടങ്ങ് സുഖം ലോകത്തിലുണ്ടായേനെ. എപ്പോഴും ഹൃദയത്തെ സംസ്കരിക്കുക. ഹൃദയത്തിലൂടെ ഈശ്വരൻ സംസാരിക്കുന്നു. ബുദ്ധിയിൽ കൂടെ സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ. നിങ്ങൾ ബുദ്ധിയും കൊണ്ട് മാത്രമാണ് വരുന്നത് എങ്കിൽ ബുദ്ധിക്ക് കുറച്ച് കസർത്തും ബുദ്ധിക്കൊത്ത ചില സിദ്ധാന്തങ്ങളും കിട്ടും. സത്യം കിട്ടുകയില്ല. സത്യത്തിൻ്റെ മുഖം കാണുന്ന ആർക്കും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടും. അത്തരം മുഖമാണ് സത്യത്തിനുള്ളത്. സൂര്യനെ കാണിച്ചു തരാൻ പന്തം വേണ്ട. സൂര്യൻ സ്വയം ജ്യോതിസാണ്. സത്യത്തിന് തെളിവ് വേണമെങ്കിൽ ആ തെളിവിനെ എന്ത് തെളിയിക്കും? സത്യത്തിന് ഒരു സാക്ഷി വേണമെങ്കിൽ ആ സാക്ഷിക്ക് സാക്ഷി എവിടെ? നാം പ്രേമാദരങ്ങളോടുകൂടി വേണം മതത്തെ സമീപിക്കുവാൻ. അപ്പോൾ ഹൃദയം എണീറ്റ് ഇത് സത്യമാണ്, ഇത് അസത്യമാണ് എന്ന് നമ്മോട് പറയും. മതമണ്ഡലം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ്, മനസ്സിനും അപ്പുറമാണ്. ഈശ്വരൻ ഇന്ദ്രിയഗ്രാഹ്യനല്ല. ആരും ഈശ്വരനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാണുകയുമില്ല. ഈശ്വരൻ ആർക്കും ബുദ്ധിഗമ്യനല്ല. ഞാൻ ഈശ്വരനെക്കുറിച്ച് ബോധമുള്ളവനല്ല, നിങ്ങളുമല്ല, ആരുമല്ല. പിന്നെ ഈശ്വരൻ എവിടെ? മതമണ്ഡലം എവിടെ? അത് ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ്, മനസ്സിനപ്പുറമാണ്. പ്രജ്ഞ എന്നത് നാം വ്യാപരിക്കുന്ന പല ഭൂമികകളിൽ ഒന്നു മാത്രം. ആ പ്രജ്ഞാഭൂമികയെ അതിക്രമിക്കണം. ഇന്ദ്രിയങ്ങളെ പിന്നിട്ട് സ്വന്തം അന്തരംഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം. അതോടെ നിങ്ങൾ ഈശ്വരൻ്റെ അടുത്തെത്തും. ഈശ്വരൻ ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? പ്രത്യക്ഷം, സാക്ഷാൽ ദർശനം. ഈ ഭിത്തി ഇവിടെ ഉണ്ടെന്നുള്ളതിന് തെളിവെന്താണ്? ഞാൻ അതിനെ സാക്ഷാത്തായിട്ട് ദർശിക്കുന്നു എന്നത് തന്നെ. അനേകായിരം പേർ ഇപ്രകാരം ഈശ്വരനെ സാക്ഷാത്തായി ദർശിച്ചിട്ടുണ്ട്. ദർശിക്കണമെന്നുള്ളവരെല്ലാം ദർശിക്കുകയും ചെയ്യും. എന്നാൽ ഈ ദർശനം ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, അത് ഇന്ദ്രിയാതീതവും പ്രജ്ഞാതീതവുമാകുന്നു. ഈ സാധനാനുഷ്ഠാനങ്ങളെല്ലാം നമ്മെ ഇന്ദ്രിയാതീതരാക്കുവാനാണ്. നാനാതരത്തിലുള്ള പൂർവ്വകർമ്മങ്ങളും ബന്ധങ്ങളും നമ്മെ കീഴ്പോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനകൾ നമുക്ക് ശുദ്ധിയും ലഘുത്വവും തരും. ബന്ധങ്ങളെല്ലാം തനിയെ അഴിഞ്ഞു വീഴും. നാം കുടുങ്ങിക്കിടക്കുന്ന ഇന്ദ്രിയ ലോകത്തെയും വിട്ട് ഊർധ്വതലങ്ങളിലേക്ക് ഉയരും. അവിടെ വച്ച് സാധാരണമായ അവസ്ഥാത്രയത്തിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിവ വർത്തിക്കുന്നവർക്ക് തമ്മിൽ കേൾക്കാനും കാണാനും സ്പർശിക്കാനും കഴിയാത്ത വിഷയങ്ങളെ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യാം. അപ്പോൾ അലൗകികമായ ഭാഷയിലാണ് നാം സംസാരിക്കുക. അത് ലോകത്തിന് മനസ്സിലാവില്ല. എന്തെന്നാൽ അവർക്ക് ഇന്ദ്രിയങ്ങളല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാ. യഥാർത്ഥമായ മതം തികച്ചും അതീന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുവാനുള്ള ശക്തി പ്രപഞ്ചത്തിൽ സർവ്വപ്രാണികളിലും അന്തർലീനമായിട്ടുണ്ട്. പുഴു പോലും ഒരിക്കൽ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് ഈശ്വരനെ പ്രാപിക്കും. ഒരു ജീവിതവും പരാജയമാവില്ല. പരാജയം എന്ന ഒരു സംഗതി ലോകത്തിലില്ല. മനുഷ്യൻ 100 വട്ടം ആത്മഹാനി ചെയ്തേക്കാം, 1000 തവണ അടിതെറ്റി വീണേക്കാം. എന്നാലും ഒടുവിൽ താൻ ഈശ്വരനാണ് എന്ന് സാക്ഷാത്കരിക്കും. നേർവഴിയിൽ കൂടി പുരോഗതിയില്ല എന്ന് നമുക്കറിയാം. ജീവന്മാരെല്ലാം വട്ടത്തിൽ ചുറ്റുകയാണ്. വട്ടം മുഴുമിക്കുകയും വേണം. ഒരു ജീവനും തീരെ അധപ്പതിക്കാൻ സാധ്യമല്ല. ഉയർന്നേ ഒക്കൂ എന്ന കാലം വരിക തന്നെ ചെയ്യും. ആരും നഷ്ടനാകുന്നില്ല. നാമെല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്ന് വിസൃഷ്ടരാണ്. ആ കേന്ദ്രം ഈശ്വരനത്രേ. ഈശ്വര വിസൃഷ്ടമായ അത്യുത്കൃഷ്ട ജീവിയും അതുപോലെ അതിനികൃഷ്ട ജീവിയും ആ സർവ്വജീവ പിതാവിലേക്ക് മടങ്ങിച്ചെല്ലും. യാതൊന്നിൽ നിന്ന് ഈ ജീവജാലങ്ങൾ ഉളവായോ, യാതൊന്നിൽ ഉയിർക്കൊള്ളുന്നുവോ, യാതൊന്നിലേക്ക് തിരികെ ലയിക്കുന്നുവോ അത് ഈശ്വരനാകുന്നു. അതിഗഹനമായി ഈശ്വരനെക്കുറിച്ച് പറയാൻ സ്വാമി വിവേകാനന്ദനല്ലാതെ മറ്റാർക്കാണ് സാധ്യമാവുക? വിശ്വമഹാ ഗുരുവായ വിവേകാനന്ദൻ്റെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.